സിനിമയിൽ തനിക്ക് കിട്ടിയ അനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായിക കൂടിയായ അഞ്ജലി മേനോൻ. ക്രൂവിൻ്റെ ഭാഗത്തു നിന്നും ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. സിനിമയൊക്കെ ഹിറ്റാകുന്നതിന് മുമ്പാണ് ഇവർക്ക് വല്ലതും അറിയാമോ എന്നൊരു ഇലാവേഷൻ ഉണ്ടാകും. പൊതുവെ ഞാൻ കണ്ടാൽ നേരെ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന ആളാണ്. അതുതന്നെ അവിടെ അപൂർവമാണ്. ആദ്യത്തെ ഷൂട്ട് കഴിഞ്ഞാൽ സെറ്റാണ്, പിന്നെ ആർക്കും കുഴപ്പമില്ല, പിന്നെ യാതൊരു ജഡ്ജ്മെൻറ്റുമില്ല. കാരണം നിങ്ങൾക്ക് പണി അറിയാമോ എന്ന് അവർക്കറിയാം. അഞ്ജലി പറയുന്നു, ഇപ്പോഴും എത്രയോ കഥകളുണ്ട് എനിക്ക് പണി അറിയില്ല. എൻ്റെ പടങ്ങളൊക്കെ ഡയറക്റ്റ് ചെയ്തു തന്നത് വേറെ ആരൊക്കെയോ ആണ്. ഇപ്പോഴും അങ്ങനത്തെ കഥകളൊക്കെ പറയുന്ന എത്രയോ പേരുണ്ട്. ഇപ്പോഴും ടെക്നീഷ്യന്മാരൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, നിങ്ങളെക്കുറിച്ച് കേട്ടിട്ടുള്ളത് വേറെ എന്തൊക്കെയോ കഥകളാണ്, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുക പ്രയാസമായിരിക്കും എന്നാണ് കരുതിയത് എന്നൊക്കെ. വരുമ്പോൾ ഭയങ്കര ടെൻഷനായിട്ടാകും വരിക. പക്ഷേ തിരികെ പോകുക, ഓ ഇവിടെ ജോലി ചെയ്യാൻ ഈസിയാണല്ലോ എന്ന് ചിന്തിച്ചിട്ടാകും. അഞ്ജലി പറയുന്നു. അതേസമയം വുമൺ ഡയറക്ടർ എന്ന് വിളിക്കുന്നതിനോട് തനിക്ക് താല്പര്യമില്ലെന്നും അഞ്ജലി പറയുന്നുണ്ട്. തൻ്റെ ജെൻഡറിനെ എപ്പോഴും മുന്നിൽ വെക്കുന്ന ആളല്ല താനെന്നാണ് അഞ്ജലി പറയുന്നത്. എൻ്റെ ജെൻഡറിനെ ഫോർഗ്രൗണ്ട് ചെയ്തു നിൽക്കുന്ന ഒരാളല്ല. സ്ത്രീ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം എന്ന് ചിന്തയില്ല. ജെൻഡർ എൻ്റെ ഒരു ഭാഗമാണ്. സ്ത്രീ ആയതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കണം എന്ന് കരുതിയല്ല ഞാൻ സിനിമ ചെയ്യുന്നത്. അത് നടക്കില്ല. വുമൺ ഡയറക്ടർ എന്ന ടാഗിന് പ്രശ്നമുണ്ട്. അത് പറയുന്നത് ഞാൻ നിർത്തി. സത്യത്തിൽ ബോക്സ് ഓഫീസിൽ സിനിമ ഹിറ്റാകുന്നത് ജെൻഡർ നോക്കിയല്ല. സംവിധായിക ആണ് എന്ന് കരുതി ആരും സിനിമ കാണില്ല. അവർക്ക് സിനിമ ഇഷ്ടമായാലേ ഹിറ്റാകൂ. എൻ്റെ സിനിമ ഗംഭീരമായി പരാജയപ്പെടുമ്പോഴും ഞാൻ വുമൺ ഡയറക്ടർ ആയിരുന്നു. സ്ത്രീപക്ഷ സിനിമകളും സ്ത്രീകൾ എടുക്കുന്ന സിനിമകളും വരുന്നുണ്ട്. പക്ഷേ എത്ര സ്ത്രീകൾ ആദ്യ ദിവസം ആദ്യ ഷോയ്ക്ക് പോയി സിനിമ കാണുന്നുണ്ട് എന്നും അഞ്ജലി ചോദിക്കുന്നു. അവരത് ചെയ്യുകയാണെങ്കിൽ എത്രയോ വ്യത്യാസം വരും. കൂടുതൽ സ്ത്രീപക്ഷ സിനിമകൾ വരണമെങ്കിൽ അവർ പോയി കാണണം. അവർ പോയി സിനിമ കണ്ടാൽ മാത്രമേ തിയേറ്ററിൽ നിൽക്കൂ. 3 ദിവസം ഓടിയില്ലെങ്കിൽ എടുത്തു മാറ്റപ്പെടും. പ്രേക്ഷകർക്കും അവരുടേതായ റോളുണ്ടെന്നും അഞ്ജലി മേനോൻ പറയുന്നത്.